ഞാൻ രാവിലെ എണീച്ചപ്പോൾ എനിക്ക് നല്ല ജലദോഷം തലവേദന. 100ൽ 90% ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ഒരു ജലദോഷം. കണ്ണിന്നും മൂക്കുന്നൊക്കെ ഒരുപോലെ വെള്ളം വരുന്നുണ്ട്. എന്നാൽ പിന്നെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ പോവുകയാണ്. ബട്ട് എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ വിചാരിച്ച് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പോകാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ചേട്ടനെ കാണുന്നത്. ചേട്ടൻ പറഞ്ഞു, ഒരിക്കലും നീ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകരുത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ക്യാഷ് ആവും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ 2 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യവും സാധിക്കാം. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ്. എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട്. പിന്നെ നല്ല വെയിലുമുണ്ട്. പിന്നെ ഞാൻ പോക്കറ്റിൽ 2 രൂപ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഞാൻ തൃക്കാക്കര നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി. മുന്നിൽ കാണുമ്പോൾ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ 2 രൂപേൻ്റെ OP ടിക്കറ്റ് എടുത്ത്. എൻ്റെ നമ്പറാണെങ്കിൽ 136, ഇപ്പോൾ വിളിക്കുന്ന നമ്പറാണെങ്കിൽ 66. ഞാൻ കുറച്ച് നേരം നിന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ഡോക്ടർ വിളിച്ച് ഞാൻ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് നല്ലൊരു ഡോക്ടറായിരുന്നു. എനിക്കുള്ള മരുന്നും